നമ്മുടെ വളർച്ചയെ തകർക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശത്രുദോഷം. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ, നമ്മുടെ സൗന്ദര്യം മുതൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുടെ ഉയർച്ച കണ്ട് മനസ്സ് വിഷമിച്ച് നമ്മൾ നശിക്കാൻ വേണ്ടി കയ്യിൽ നിന്നും പണം മുടക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശത്രുദോഷം. ഇതിനെ പറ്റിയാണുള്ള വീഡിയോ. നിങ്ങൾക്ക് പൂർണ്ണമായും 10 പൈസ ചെലവില്ലാതെ നിങ്ങൾ ശത്രുദോഷം എന്നേക്കുമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. അതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. നമ്മളെ തകർക്കുന്നത്, നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഗുണം കിട്ടാത്തത് അല്ലെങ്കിൽ പുരോഗതി വരാത്തത് അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശത്രുദോഷം. ശത്രുദോഷം പലതരത്തിൽ, മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന തരത്തിൽ, സാമ്പത്തികമായിട്ട് തളർത്തുന്ന തരത്തിൽ, നമ്മളെ കഴിവുകൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, നമ്മളെ ആർക്കും കണ്ടുകൂടാത്ത തരത്തിൽ, നമ്മളെ തൊഴിലുകൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, നമ്മളെ കുടുംബജീവിതം തന്നെ താറുമാറാക്കുന്ന തരത്തിൽ, അങ്ങനെ എല്ലാ തരത്തിലും ഒരു വ്യക്തിയെ ശത്രുദോഷം കൊണ്ട് പരാജയപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒന്നും പറ്റിയില്ലെങ്കിൽ അവർ മാന്ത്രികപരമായിട്ട് ശ്രമിക്കും. പറ്റിയിട്ട് നമ്മളെ മോശമായിട്ടെങ്കിലും പറഞ്ഞ് പരത്തി നമ്മളെ ഒന്നുമല്ലാതാക്കുന്ന ചില ശത്രുക്കളുണ്ട്. അവർക്ക് അവരുടെ കാര്യം നോക്കാൻ നേരില്ല, പക്ഷെ നമ്മൾ നശിക്കണം അവരുടെ മെയിൻ കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പല പല വഴിപാടുകളും ചെയ്തു, പല പൂജകൾ ചെയ്തു, പല ഹോമങ്ങൾ ചെയ്തു, കുറെ ദിക്കറ് ചൊല്ലി, അല്ലെങ്കിൽ ആ പള്ളിയിൽ പോയി, ചർച്ചിൽ പോയി, പലതും ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടില്ല. അപ്പം എന്താണ്, നമുക്ക് അതിനൊക്കെ പൈസ ചിലവുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഏത് ശത്രുവിൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകുന്നുള്ളതാണ്. അമ്മാതിരി കാര്യമാണിത്. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടൊരു കാര്യം വേണ്ടുള്ളൂ. ഒരു നാളികേരം എടുക്കുക. ഈ നാളികേരത്തിൻ്റെ കണ്ണ് തുറയ്ക്കുക, എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് മഞ്ഞപ്പൊടി ചുണ്ണാമ്പും കൂടി കലക്കി കഴിഞ്ഞാൽ ചുവന്ന കളറുള്ള ഗുരുതി പോലെയാവും. ഇത് മറ്റ് മതസ്ഥർ കാണുമ്പോൾ അവർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗുരുതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ല എന്താ ഗുരുതി എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി ചാലിച്ച് കഴിഞ്ഞാൽ ചുവന്ന കളറുള്ള ഗുരുതി ആവും. ആ ഗുരുതി ഈ നാളികേരത്തിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വേണം, അതൊരു വാഴയുടെ ഇലയിലേക്ക് വയ്ക്കുക. എന്നിട്ടിപ്പോൾ മുസ്ലിംസിന് ചെയ്യാം, ക്രിസ്ത്യൻസിന് ചെയ്യാം. ഇത് മതപരമായിട്ട് ഒരു നിഷേധം ഒന്നുമല്ല. അത് നമ്മുടെ ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രതിവിധിയാണിത്. അത് മാന്ത്രികപരമായിട്ടോ പൈശാചികപരമായിട്ടോ ഏത് തരത്തിൽ വന്നതാണെങ്കിൽ ഒഴിവാക്കണം. അപ്പോൾ അതിനുള്ള പ്രതിവിധി. അപ്പോൾ ഈ നാളികേരം എന്ത് വേണം, ഇങ്ങനെ വെക്കണം. ഇത് കുത്തനെ നമ്മൾ ഗുരുതിയൊക്കെ ഒഴിച്ചിട്ട് ഒരു വാഴയുടെ ഇലയിൽ വെക്കണം. വെക്കുമ്പോൾ അത് ഇരിക്കൂല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ, ചിലപ്പോൾ അടിയിലൊരു മൊന്ന പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അരി നെല്ലും കൂടി ചേർത്ത് പരത്തിയിട്ട് അതിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ അരി നെല്ല് പുഷ്പം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓം മഹിഷമർദിനേ സ്വഹ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ 8 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക, 3 പ്രാവശ്യം ഒഴിയുക. ഒഴിഞ്ഞിട്ട് അരിക്കിടുക. ഇടുന്ന സമയത്ത് ഓം മഹിഷമർദിനേ സ്വഹ എന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് എൻ്റെ കുടുംബപരമായിട്ട് എല്ലാ ശത്രുദോഷങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചായിരിക്കില്ല. അങ്ങനെ വീണ്ടും കുറച്ചെടുക്കുക. ഓം മഹിഷമർദിനേ സ്വഹ എന്നിട്ട് ഇങ്ങനെ ഒഴിയുക, അതിലേക്കിടുക. വീണ്ടും കുറച്ചെടുക്കുക, മഹിഷമർദിനേ സ്വഹ എന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് അരിക്കിടുക. അതിലിട്ടതിന് ശേഷം നമ്മൾ അത് നമ്മൾ നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കുന്ന കാർക്ക് പോലുള്ളത് ഒരു അടയ്ക്കുക. അത് എന്തുകൊണ്ട് അടച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്കത് വല്ല വാഴത്തണ്ടോ അല്ലെങ്കിൽ മരക്കുറ്റിയോ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് മടലോണ്ടൊക്കെ ചെത്തിയിട്ട് അത് അടയ്ക്കാൻ പാകത്തിനൊരു സാധനം ഉണ്ടാക്കുക. കാർക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം മേടിക്കാൻ കിട്ടും. ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത് അതൊക്കെ അത് ഹിന്ദുക്കൾക്ക് അറിയുണ്ടാവുള്ളൂ. അപ്പോൾ മറ്റ് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും അത് അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാർക്ക് കൊണ്ട് അടച്ചിട്ട് നമ്മൾ ഇത് 108 തവണ നമ്മൾ ഒഴിഞ്ഞിടണം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 336 തവണ ഒഴിഞ്ഞിടാം, 1000 തവണയും ഒഴിഞ്ഞിടാം. കാരണം 108 തവണ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ശത്രുവിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശത്രു പോയി, ദോഷങ്ങളൊക്കെ പോയി. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് കേൾക്കും. അപ്പോൾ നമ്മൾ ശത്രുദോഷം തന്നെ എന്ന് പറയുമ്പോൾ നമ്മളിത് ആഴ്ചയിൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ നശിക്കും എന്നുള്ളതാണ്. നമ്മളിതിനെങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ചെയ്യുന്ന ആൾക്കും പൈസ ചിലവുണ്ട്,
നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശത്രുബാധ ഒഴിയുകയും ചെയ്യും. മഹിഷമർദിനി മന്ത്രം എന്നാണ് ഇതിന് പറയുക. ഓ മഹിഷമർദിനി ദുർഗാദേവിയുടെ രൗദ്ര സ്വഭാവത്തിലുള്ള ക്രിയയാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ദോഷമായിട്ട് ഒരു അമ്പലത്തിലോ ഒരു മാന്ത്രികൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചിലവുണ്ട്. അവർക്ക് അവരുടെ ദക്ഷിണ അവർ വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഒരു വിളക്കെങ്കിലും കത്തികൾ എണ്ണെങ്കിലും പഠിക്കണ്ടേ. അപ്പോൾ എന്താണ് അവർക്ക് അതിനൊരു 500 1000 ചിലപ്പോൾ അതിനനുസരിച്ച ഹോമങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ കൂലി സാധനങ്ങളൊക്കെ കൂടി 10,000 6000 വെച്ച് വേണം. നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുകൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. പൈസ തൂരിക്കിടണമെങ്കിലും ശരി, ഒരു പൂജാരിക്ക് പൈസ കൊടുക്കാൻ എല്ലാവർക്കും വിഷമമാണ്. കാരണം വെച്ചാൽ അതിൽ തരികടയാണ്, തട്ടിപ്പാണ്, ഇതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ കാര്യം നടക്കണമെങ്കിൽ ഇവർ വേണേനും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മനസ്സല്ല മനസ്സോടെ ആണ് ഇത് കൊടുക്കുക, പ്രാവീട്ടുണ്ട് കൊടുക്കുക. ഇവരുടെ ചൈതന്യവും കാരണം ജപവും സിദ്ധിയും കാര്യങ്ങളൊക്കെ വേണ്ടി നമുക്ക് വിനിയോഗിക്കുമ്പോൾ അതൊരു മനസ്സാക്ഷിയുടെ പറഞ്ഞ പൈസനേക്കാളും വില പേശിയാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യണത്. 5000 പറഞ്ഞാൽ 4000 പറ്റുമോ, 3.5 പറ്റുമോ, 2.5 പറ്റുമോ എന്നൊക്കെ. മുന്നേ എന്ന് പറഞ്ഞാൽ 5 കൊടുത്തിട്ട് പിന്നെ ഒരു ദക്ഷിണയും കൊടുക്കുകയും ചെയ്യുക മുമ്പൊക്കെ. അല്ലെങ്കിൽ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ദക്ഷിണയും കൂടി കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക. ഇന്ന് അവരെ മനസ്താപം നമ്മൾ ഏറ്റുപേടിക്കേണ്ട തരത്തിൽ വില പേശ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പോട്ടെ, നമുക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണിത്. 108 തവണ ആയി കഴിഞ്ഞാൽ ഇത് നന്നായി പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ടുക. ഇട്ടതിന് ശേഷം എന്താണ്, അത് അടയ്ക്കുക. ആ ഉള്ളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ മേലേക്കാണ് വീഴുക, അത് അടയ്ക്കുക. അപ്പോൾ നമ്മൾ ആ ഇലയിലേക്ക് വീണുണ്ടാവും. കാരണം വെച്ചാൽ മൊത്തം അതിൽ നിന്ന് അറിയൊന്നുമില്ല, അതിൻ്റെ മേലേക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് അത് അടച്ചതിന് ശേഷം നമ്മൾ ഒഴിഞ്ഞിട്ട് അത് ആ ഇലയൊക്കെ കൂടിയിട്ടുണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ പിടിക്കുക, അത് കൈ പിടിക്കുക. ആ ഇലയും നമ്മൾ നാളികേരം വെച്ചതൊക്കെ കൂടിയിട്ട് അതിന് കൈ പിടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു 5 തിരി കത്തിച്ച് വയ്ക്കുക. കത്തിച്ച് വെച്ചിട്ട് വീടൊരു 3 പ്രാവശ്യം ചുറ്റിടുക. എന്നിട്ട് വീടും കൂടിയിട്ട് ഒഴിയുക. അതൊക്കെ സൗകര്യക്കുറവുള്ള ആൾക്കാരാണ് ഫ്ലാറ്റിലോ മറ്റ് സ്ഥലത്തൊക്കെ ആണെങ്കിൽ വീട് ചുറ്റിടലൊക്കെ ഒഴിവാക്കുക. നമ്മളെ തന്നെ ഒരു 8 തവണ ഒഴിയുക. സമസ്ത കെട്ടുമുട്ട് ബാട്ടുമാരുടെ ദോഷ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണേ ഭഗവാനെ പ്രാർത്ഥിക്കുക, ദേവീനെ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് അതൊരു കവറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയിക്കളയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏൽക്കുന്ന ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ട് വരുന്ന എല്ലാ കെട്ടുമുട്ട് ദോഷ ദുരിതങ്ങളുടെ ഒഴിഞ്ഞു പോകും. അപ്പം എന്താണ്, ഈ ചെയ്യുന്നോ പോസ്റ്റാവും. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്ത് തെണ്ടി കുത്തുവാളെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യേണ്ടാവുക. നമ്മളെ എന്താണ് കുടുംബകലഹം ഉണ്ടാവുക, നമ്മൾ വെറുക്കപ്പെട്ടവനാവുക, നമ്മളെ ധനം നഷ്ടം വരിക, നമുക്ക് ദാമ്പത്യ ജീവിതം നഷ്ടം വരിക, അതുപോലെ തന്നെ നമ്മളെ തൊഴിൽ നഷ്ടം വരിക. ഒരു ഗതിയില്ലാണ്ട് അലഞ്ഞു നടക്കുന്ന ഒരാൾ, നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വേവലാതി വരിക. അങ്ങനെ നമ്മൾക്ക് ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തി പ്രഭാവം തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ നശിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ്റെ കുടുംബം തകരുന്ന ഒരു പരിപാടി അത്. നമ്മളിത് കുറച്ച് ദിവസം അടുപ്പിച്ചാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ നശിക്കാൻ വേണ്ടി ആരെന്ത് ചെയ്യുന്നോ, നമുക്കിപ്പോൾ ഇന്ന് ഒരാൾ ഒരു തരത്തിൽ ചെയ്തു വേറെ ആളും നമുക്ക് കണ്ടുകൂടായിക്കുണ്ടാവും. പണ്ട് ഒരു തൊഴിൽപരമായിട്ട് പല ആൾക്കാരും നമുക്ക് വില്ല് വയ്ക്കും. ഈ വില്ല് വയ്ക്കുന്നവരൊക്കെ തന്നെ നശിച്ച് നാരായണക്കല്ലെടുത്ത് കുത്തുവാളെടുത്ത് തെണ്ടി പാതാളാവും. അപ്പം എന്താണ്, നമ്മളെ എതിരായിട്ട് ആര് പ്രവർത്തിക്കുന്നോ അവർ തന്നെ നശിക്കുന്ന ഒരു മഹാമാന്ത്രിക ക്രിയയിലെ ഏറ്റവും സിമ്പിളായിട്ടൊരു പ്രയോഗം അത്. കാരണം എന്താ വെച്ചാൽ വളരെ വലിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഓം ക്ഷാം ക്ഷൗ ഭക്ഷജ്വാല ജൂഹ കരാളതം ശ്രീ കാളരാത്രിയെ വൃത്തങ്കരെ മാം രക്ഷമാമ ദുഷ്ടഗ്രഹ ശത്രുൻ ഭക്ഷയം ഫട്ട് സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മഹാവൃത്തിങ്കിരി മന്ത്രം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം വൃക്ഷായ പരമത്നെ പരകർമ്മ മന്ത്രതന്ത്ര യന്ത്ര ഔഷധസ്ത്രയാസ്ത്രാണി സംഹര മൃത്യുർ മോച നമോകലി മഹാസുദർശനായ ദീപ്തജ്വാലാപരീതായ സർവദക്ഷോപണരായ ഫട്ട് ഭ്രമണെ ഹും ഫട്ട് ഭ്രമണെ പരം ജ്യോതിഷം ഫട്ട് സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാസുദർശന മന്ത്രമൊക്കെ ഉണ്ട്. ഇത് കേട്ടാൽ തന്നെ ആൾക്കാർ ഞെട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഇത് പറ്റില്ല. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുകയാണ് ചെറിയ മന്ത്രം ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഒന്നാമത് ഇത് പറയാനുള്ള ബുദ്ധിമുട്ട്, തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള വിഷമം, പിന്നെ വിദ്യാഭ്യാസക്കുറവ്, അങ്ങനെ പല തരത്തിൽ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ ദോഷങ്ങൾ മാറണം, അതിന് പൈസയില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, വൈദ്യര് കൂടണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികളാണ് നമ്മളെ ചാനലിൽ ഇടുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു വശ്യകർമ്മം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വൈദ്യര്, അതായത് ഞാനിത് പറഞ്ഞു തരുന്നത്. എന്താ കാരണം, നമ്മളെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവും. പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാവണം.
നമ്മളെ പ്രശ്നങ്ങൾ എന്താണ്, ഏത് വിട്ടുമാറി പോവാത്ത ചൊറകെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമുക്ക് രക്ഷപ്പെടണം, അതിന് ഏത് പ്രതിസന്ധിയിൽ നിന്നും ഞാൻ കരകയറണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ മന്ത്രവും യന്ത്രവും ഔഷധവും ശാസ്ത്രവും ഒക്കെ പ്രയോഗിക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാ തരത്തിലും നമുക്ക് വില്ല് വരും. അതിനൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നറിയോ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്ത് പറയും, അതൊക്കെ ശരിയാവും. എന്ത് ശരിയാവും? നമ്മളെ കുടുംബം വെള്ളത്തിലാവുന്നത് ശരിയാവും. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുന്നതിൽ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലത്തെ ഒരുപാട് ക്രിയകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾക്കും ദോഷങ്ങൾക്കും മന്ത്രപരമായിട്ടും യന്ത്രപരമായിട്ടും ഔഷധപരമായിട്ടും നമുക്ക് കരകയറാൻ പറ്റുന്ന ഒരു ദോഷപ്രതിവിധികളായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.